ഹലോ ഗേയ്സ്, അസ്സലാമലൈക്കും. ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല വൈകുന്നേരം നല്ല മഴേൻ്റെ മൂടാണ്. അപ്പം ഞാൻ ഉച്ചക്ക് കറിയാക്കിയിട്ടില്ല. ഇന്ന് രാവിലെ തട്ടിക്കൂട്ടിയ കറിയെല്ലാം കൂട്ടിയിട്ട് ഉച്ചക്ക് ഒപ്പിച്ചതാണ്. ഇപ്പം ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. മഴക്കാലത്ത് അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് താഴെ വെച്ചതേ ഉള്ളൂ. ചിക്കൻ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: 2 തക്കാളി, 3 സവോള, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിയില, കരിയാമ്പില. അങ്ങനെ ചിക്കൻ 2 വിധത്തിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ തക്കാളിയെല്ലാം അരിഞ്ഞ് സവാള അരിഞ്ഞ് ഗ്യാസിലേക്ക് പാത്രങ്ങൾ വെച്ചു. എണ്ണ കാഞ്ഞി പിന്നെ ഉള്ളി വാട്ടാം. നല്ല വാട്ടം വരുമ്പോൾ ഉപ്പ് ഇട്ടില്ല. ഉപ്പ് ഞാൻ ലാസ്റ്റാണ് ഇടൽ. അപ്പം നല്ലോണം വാട്ടിക്കൊണ്ടിരിക്കാം. അങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുമ്പം അതിലേക്ക് ഇതാക്കുന്ന വെച്ചാൽ ഉള്ളി വാടിയിട്ട് തുടങ്ങി. അതിലേക്ക് നമ്മൾ ചതച്ചത്, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയതാണ്. അതും അതിലേക്ക് യോജിപ്പിക്കുക. അതിലേക്ക് ഇടാം. അതും നല്ലൊരു ഫ്ലെയിം ഓയിലിട്ടാൽ മതി, ഇല്ലെങ്കിൽ ഈ ചതച്ചതെല്ലാം കത്താനുള്ള ചാൻസ് ഉണ്ട്. അതും ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഇളക്കിക്കൊണ്ട് നിന്നിട്ട് അതിലേക്ക് ലേശം കരിയാമ്പില ഇടാം. കരിയാമ്പില ഇട്ടി പിന്നെ അതിന് തക്കാളി അരിഞ്ഞിടാം. തക്കാളി കഴിഞ്ഞതും ചെറുങ്ങനെ അരിയിടാം, അല്ലെങ്കിൽ ഉടഞ്ഞ് കിട്ടാൻ കുറച്ച് പഴം എടുക്കണം. അപ്പം ചെറുങ്ങനെ പെട്ടെന്ന് അരിഞ്ഞാൽ മതി. എന്നെങ്കിലും വേപ്പില ഇടാൻ പണി ഇല്ലാതെ കഴിയും. ഇല്ലെങ്കിൽ ഉടഞ്ഞ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നുണ്ട്. പാകത്തിന് അതിലേക്ക് തക്കാളി മുട്ടി പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ആദ്യം ഉപ്പ് കൊടുത്തില്ല. അപ്പോൾ തക്കാളി വേഗം വാടിയെടുക്കാൻ കഴിയും. അപ്പം തക്കാളി വാടിയെടുക്കാൻ കഴിയുന്നെങ്കിൽ തക്കാളി ഇട്ടെങ്കിൽ പിന്നെ അതിൽ ഉപ്പിട്ടി പിന്നെ തക്കാളി വാടിയെടുക്കാൻ കഴിയും. അപ്പം ഉപ്പും ഇട്ടി പിന്നെ അതിലേക്ക് ചിക്കൻ കഴുകി വെച്ചത് അതിലേക്ക് ഇടാം. അതിലേക്ക് ചിക്കൻ ഇട്ട് മസാല എല്ലാം യോജിപ്പിക്കുക. അടിയിനെ മുളക് പൊടി, അതിലേക്ക് 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം കുരുമുളക് പൊടി എല്ലാം യോജിപ്പിക്കുക. 5 മിനിറ്റ് അത് ലൈമിലിട്ടിട്ട് അതിലെന്താക്കാന്ന് വെച്ചാൽ ഇതുപോലെ വെക്കാം. അതിന് പിന്നെ ഒരിക്കലും കൂടി ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടിക്കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂട്ടിയിട്ട് നല്ല വെള്ളമാക്കണ്ട, അത് കുറുകുമ്പോൾ എന്തായിട്ടും നല്ല കട്ടിയാകും. അപ്പം നല്ല ഈലന്നെ വെള്ളം കൂട്ടിയിട്ട് ഒരിക്കൽ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തി പിന്നെ മൂടി വെക്കാം. ഫ്ലെയിം നല്ല ഫ്ലെയിമിൽ സ്പീഡ് കൂട്ടാം. അതിൽ പിന്നെ മൂടി വെക്കണം. മൂടി വെച്ച് 10 മിനിറ്റ് നല്ല തിളച്ച് പിന്നെ ലോയിലിട്ടാൽ മതി. എന്നാൽ ചിക്കൻ വേഴുകയും ചെയ്യും, നല്ല മസാല പിടിക്കുകയും ചെയ്യും. അങ്ങനെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നമുക്ക് തേങ്ങ കുറച്ചിട്ട് ചിക്കൻ എല്ലാം കറിയെല്ലാം ആയിട്ട് അതിലേക്ക് മല്ലിയില വിതറി കൊടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത് പിന്നെയാണ് വിതറി കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ ചിക്കൻ കറി റെസിപ്പി ഇതാണ്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ വരുന്നതൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.